എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലുകൾ മുഴുവനും യൂട്യൂബുകൾ മുഴുവനും എന്താണത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. അതിൽ ചില പേരുകൾ പുറത്തുവിടാതെ ലൈംഗിക ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച. പക്ഷേ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും യവനിക എന്ന സിനിമയും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയും അതുകൂടാതെ KG ജോർജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന സിനിമ ആയിരിക്കും KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന സിനിമ. ലിംഗപദവിപരമായ പ്രശ്നമായിട്ടാണ് യവനിക സിനിമ വികസിക്കുന്നത്. മദ്യപാനിയും ആണത്തത്തിൻ്റെ അതീശഭാവം കാണിക്കുന്നവരുമായ പുരുഷന്മാർ സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നുവെന്നാണ് പ്രകടമായി സിനിമ പറയുന്നത്. നളിനി എന്ന നായികയെ അയ്യപ്പൻ കയറി പിടിക്കുന്നതും അത് കഴിഞ്ഞ് അവൾ ഒരു ഗൾഫുകാരനെ കെട്ടിപ്പോകുമ്പോൾ ആഹാരം കഴിക്കാൻ പോകും വകയില്ലാത്ത വീട്ടിലെ രോഹിണിയുടെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് രോഹിണിയെ കൊണ്ടുവരുന്ന അയ്യപ്പൻ പിന്നെ അവളെ ബലാത്കാരം ചെയ്യുന്നതും പിന്നെ ഭീഷണിപ്പെടുത്തി അവളെ കൂടെ നിർത്തുന്നതുമാണ് കഥയുടെ ഒരു പ്രധാന ഭാഗം. പരസ്യമായി നളിനിയെ കയറി പിടിച്ച അയ്യപ്പൻ പിന്നെയും മരിക്കുന്നത് വരെ ക്യാമ്പിൽ തുടരുന്നുണ്ട്. പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അയ്യപ്പൻ തിരിച്ചു എത്തണം എന്ന് തന്നെയാണ് മുതലാളിയായ വക്കച്ചനും ആഗ്രഹിക്കുന്നത്. കൂടുതൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വക്കച്ചനെയും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇവിടെ രോഹിണിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നില്ലേ എന്ന ചോദ്യം പ്രേക്ഷകർ ചോദിക്കുന്നു. അത് ഒരു പ്രസക്തിയാണ്. തൊഴിലാളികളായ നടീനടന്മാരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ തിയേറ്ററാണ് ഭാവന തിയേറ്റേഴ്സ്. ഒരു തൊഴിൽ സ്ഥാപനമാണ് അത്. പരസ്പര ബഹുമാനം ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ അയ്യപ്പൻ അതെല്ലാം തകർത്തെറിയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധം തന്നെയാണ്. ഇത്രയധികം കൊള്ളരുതായ്മകൾ കാണിക്കുന്ന അയാൾ മരിക്കുന്നത് വരെ അവർക്കിടയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നത് ആ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ റിഹേഴ്സൽ സീനുകളിൽ ആണുങ്ങൾ കസാരയിലും പെണ്ണുങ്ങൾ നിലത്തുമാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്നത് കാണാം. കസാരയിൽ ഇരിക്കുന്ന പുരുഷൻ എന്നത് അന്നത്തെ ലിംഗസമത്വമില്ലായ്മ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ലിംഗപരമായ അവസ്ഥ കാരണം ധൈര്യത്തോടെ സ്വന്തം ജീവിതം സംരക്ഷിക്കാനാവാതെ പോയ രോഹിണിയുടെ പ്രതിഷേധമായി തന്നെയാണ് ജോർജ് ആ കൊലപാതകത്തെ കാണിച്ചിരിക്കുന്നത്. കൊല്ലപ്പള്ളിയെ പോലെ നല്ലവരും ഉണ്ടെന്നും കൃത്യമായി ജോർജ് പറയുന്നുണ്ട്. പ്രതികരിക്കാൻ താല്പര്യമുള്ള വരുണൻ പലപ്പോഴും സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം പിന്മാറേണ്ടി വരുന്നുമുണ്ട്. പക്ഷെ പലപ്പോഴും അയാൾ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട് താനും. പക്ഷെ അയാൾ നാടകത്തിലെ ഹാസ്യകഥാപാത്രമാണ് താനും. നിരുപദ്രകാരി എന്ന് തോന്നിക്കുന്ന ബാലഗോപാൽ എന്ന കഥാപാത്രവും തൻ്റെ പ്രിവിലേജുകൾ ഉപയോഗിച്ച് സ്ത്രീകളോടൊപ്പം കുഴയുന്നത് നമുക്ക് കാണാം. പലപ്പോഴും പുരുഷന്മാർ കൂട്ടം ചേർന്നിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും സ്ത്രീകൾ അവരുടെ പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ അടക്കം പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പൊളിച്ചു കാണിച്ച ഒരു സംവിധായകനായിരുന്നു ജോർജ് എന്ന് പറയാൻ കഴിയും. സിനിമാ മേഖലയിൽ എത്തുന്ന ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വരച്ചിട്ട ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയും ഈ വേളയിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ചർച്ചകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ട് സിനിമകളുടെയും പ്രസക്തി കൂടുതലാണ്. ഒപ്പം ഈ KG ജോർജിൻ്റെ പ്രസക്തിയും. കലാരംഗത്തുള്ള ലിംഗവിവേചനത്തെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും 80കളുടെ ആദ്യത്തിൽ തന്നെ വളരെ വ്യക്തമായി ചിത്രീകരിച്ച KG ജോർജിനെ സ്മരിച്ചുകൊണ്ട് രോഹിണിമാർക്കും ലേഖമാർക്കും നീതിയും സമത്വവും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.